ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. പുതിയ പാഠപുസ്തകമാണ്. ഹിന്ദിയിലെ ആദ്യത്തെ യൂണിറ്റ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ ചാപ്റ്റർ ഹാജി കി കഹാനി. ഹാജി കി കഹാനിയുടെ റീഡിംഗ് വീഡിയോ, മലയാളം എക്സ്പ്ലനേഷൻ, മീനിങ് അത് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. हाजी की कहानी गीत चतुर्वेदी कहानियाണ്. फर्स्ट क्वेश्चन, पिल्ले को भाग्य का मारा क्यों कहा गया है? मीनिंग, നായക്കുട്ടിയെ നിർഭാഗ്യം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ, पिल्ले को भाग्य का मारा इसलिए कहा गया क्योंकि जब प्रोफेसर को वह मिला तो बहुत ही दयनीय और मजबूर हालत में था, जिसे ऐसा लग रहा था कि जैसे वह दुर्भाग्य से पीड़ित हो. हालांकि जापानी भाषा में हाजी का अर्थ आठ होता है, जिसे जापान में बहुत शुभ माना जाता है, लेकिन पिल्ले की उसे समय की स्थिति उसके नाम के अर्थ के विपरीत थी. ഓക്കെ, അപ്പോൾ ഈ നായക്കുട്ടിയെ ദുർഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, പ്രൊഫസറിന് നായക്കുട്ടിയെ ലഭിക്കുന്ന സമയത്ത് നായക്കുട്ടിയുടെ അവസ്ഥ, ഹാജിയുടെ അവസ്ഥ ഭയങ്കര ദയനീയമായിരുന്നു. പിന്നെ അതിൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ആ ഒരു ബെൽറ്റിൽ ഹാജി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ജാപ്പാനി ഭാഷയിൽ ഹാജി പറഞ്ഞ 8 എന്നാണ് അർത്ഥം. 8 എന്ന മീനിങ് നല്ല, അവർ ശുഭമായിട്ട് നല്ലതായിട്ട് കരുതുന്ന, ഐശ്വര്യമായിട്ട് കരുതുന്ന ഒരു നമ്പറാണ്. പക്ഷെ ആ ടൈമിൽ ആ നായക്കുട്ടി ലഭിക്കുമ്പോഴുള്ള നായക്കുട്ടിയുടെ സ്ഥിതി കണ്ടിട്ടാണ് നിർഭാഗ്യം എന്ന് പറയാൻ കാരണം, ആ പേരിന് ഓപ്പോസിറ്റ് ആയിട്ട് പറയാൻ കാരണം. നെക്സ്റ്റ്, പ്രൊഫസർ കെ പരിജൻ ഹാജി കോ ജബറൻ ഘർ ലേ ഗയേ ക്യോ? പ്രൊഫസറിന്റെ പരിചയക്കാര് ഹാജിനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി അല്ലേ? എന്തുകൊണ്ട്? ആൻസർ, प्रोफेसर की परिजन हाजी को जबरन घर ले गए क्योंकि हाजी स्टेशन पर प्रोफेसर का इंतजार कर रहा था, जबकि प्रोफेसर अब वापस नहीं आने वाले थे. परिजन चाहते थे कि हाजी घर पर रहे और सुरक्षित रहे. അപ്പോൾ പ്രൊഫസറിന്റെ അടുപ്പുള്ള ഫാമിലി മെമ്പേഴ്സ്, പരിചയക്കാർ എന്ത് ചെയ്തു? നിർബന്ധിച്ച് ഹാജിനെ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്താണ് റീസൺ? പ്രൊഫസറിനെ കാത്ത് ഇത് സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? പ്രൊഫസർ ഇനി തിരിച്ചു വരുമോ? ഇല്ല, പ്രൊഫസർ ഇനി തിരിച്ചു വരാൻ പോണില്ല. അതുകൊണ്ട് ഹാജിയുടെ സുരക്ഷ കരുതിയിട്ടാണ് അവർ വീട്ടിലോട്ട് കൊണ്ടുപോയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, सर्दी, गर्मी, बरसात, बर्फ, हाजी को इन सबसे कोई फर्क नहीं पड़ा, इसे क्या तात्पर्य है? മീനിങ്, തണുപ്പ്, ചൂട്, മഴ, മഞ്ഞ് ഇതൊന്നും ഹാജിയെ ബാധിച്ചില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? इसका तात्पर्य यह है कि हाजी की अपनी प्रोफेसर के प्रति निष्ठा और प्रतीक्षा इतनी गहरी थी कि मौसम की कोई भी स्थिति, ठंड हो, गर्मी हो, बारिश हो या बर्फ हो, उसे अपने स्थान से हटाने या प्रोफेसर को इंतजार जोड़ने के लिए विवश नहीं कर पाए. यह वाक्य प्रेम और समर्पण का दर्शाता है. എന്താ പറയണത്? അതായത് അത്രയധികം യജമാനനോട്, തൻ്റെ മുതലാളിയോട്, ഓണറിനോട് എന്തുണ്ടായിരുന്നു? ഒരു കമ്മിറ്റ്മെൻറ്റും കണക്ഷനും ആർക്കുണ്ടായിരുന്നു? ഹാജിക്ക് ഉണ്ടായിരുന്നു. തണുപ്പായാലും അതുപോലെ മഴയായാലും മഞ്ഞ് വീണാലും ചൂടാണെങ്കിലും അത് ആ സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് അയാളെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതൊന്നിനും ആ ഹാജീനെ പിന്മാറ്റാൻ സാധിച്ചില്ല. അപ്പോൾ ആ ഒരു വേർഡ് ഹാജിക്ക് നമ്മുടെ പ്രൊഫസറിനോടുള്ള സ്നേഹവും ആ ഒരു ഡെഡിക്കേഷനും സമർപ്പണവും കാണിച്ചു തരുന്നത്. നെക്സ്റ്റ്, मरे हुए हाजी की गुली ആംഗോ കോ ജൈസെ അബ് ബി ഇന്തസാർ താ വിചാർ കരേ. മരിച്ച ഹാജിയുടെ തുറന്ന കണ്ണുകൾ ഇപ്പോഴും കാത്തിരിക്കുന്നത് പോലെ തോന്നിയാണ് കേട്ടോ. ആണ്, അതായത് ഇപ്പോഴും അത് ആരെയാണോ കാത്തിരിക്കുന്നത്, ആ കണ്ണുകളിൽ ഇപ്പോഴും ഒരു കാത്തിരിപ്പുണ്ട് അല്ലേ? ആൻസർ നോക്കാം. ये वाक्य हाजी के असाधारण प्रेम और समर्पण को दर्शाता है. इसका अर्थ है कि मृत्यु के बाद भी हाजी की आंखों में अपने मालिक की लौटने की प्रतीक्षा का भाव स्पष्ट था. यह उसकी जीवन भर की समर्पण का प्रतीक है, जो उसकी मृत्यु के बाद भी समाप्त नहीं हुआ. അപ്പോൾ ഇതിലെന്താ കാണിക്കുന്നത്? അതായത് അസാധാരണമായ ഒരു സ്നേഹവും ഡെഡിക്കേഷനും കാണിച്ചു തരുന്ന വരികളാണിത്. എന്താണ്? മരണശേഷം
ശേഷവും ഹാജിയുടെ കണ്ണുകളിൽ അതിൻ്റെ മുതലാളി, അതിൻ്റെ ഓണർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയാണ് ആ കണ്ണുകളിൽ കാണുന്നത്. അത് അതിൻ്റെ ജീവൻ മുഴുവൻ, അതായത് അതിൻ്റെ ജീവിതകാലം മുഴുവൻ അത് ആർക്ക് വേണ്ടി സമർപ്പിച്ചു? ആ പ്രൊഫസറിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരുന്നു. മരിച്ചതിന് ശേഷവും ആ ഡെഡിക്കേഷനും സമർപ്പണം അവസാനിച്ചില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇതിൽ 4 ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് ഹാജി കി കഹാനിയിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.